കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ്. പേരാമ്പ്ര മെറ്റീരിയൽ റൂം വിഷയത്തിൽ UDFന് തിരിച്ചടി. മെറ്റീരിയൽ റൂം തുറന്നത് സാധാരണ നടപടിക്രമം മാത്രം. പേരാമ്പ്ര കൊയിലാണ്ടി നിയോജക മണ്ഡലങ്ങളിലെ റിട്ടേണിംഗ് ഓഫീസർമാരായി മാറ്റണമെന്ന ആവശ്യവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. പേരാമ്പ്ര മെറ്റീരിയൽ റൂം വിഷയത്തിൽ കനത്ത തിരിച്ചടിയാണ് UDFനുണ്ടായത്. മെറ്റീരിയൽ റൂം തുറന്ന വിഷയത്തിൽ ചട്ടലംഘനം ഉണ്ടായിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖയുടെ പകർപ്പ് കൈരളി ന്യൂസ് പുറത്തുവിട്ടു. പേരാമ്പ്ര മണ്ഡലത്തിന്റെ സ്ട്രോങ് റൂം രഹസ്യമായി തുറന്നുവെന്നും കൊയിലാണ്ടി റിട്ടേണിംഗ് ഓഫീസർ അനുമതിയില്ലാതെ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമിൽ പ്രവേശിച്ചു എന്നതായിരുന്നു UDFന്റെ പരാതി. ഇതുമായി ബന്ധപ്പെട്ട് കൊയിലാണ്ടി പേരാമ്പ്ര നിയോജക മണ്ഡലങ്ങളിലെ റിട്ടേണിംഗ് ഓഫീസർമാരെ മാറ്റണമെന്നാവശ്യപ്പെട്ട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പരാതിയിൽ 3 ദിവസത്തിനകം അന്തിമ തീരുമാനമെടുക്കാൻ കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് കോടതി നിർദ്ദേശം നൽകി. വിഷയത്തിൽ ചട്ടലംഘനം ഉണ്ടായിട്ടില്ലെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് വ്യക്തമാക്കി. CEO ഓഫീസിലേക്ക് ഇന്നലെ ഒരു ഓർഡർ വന്നിട്ടുണ്ട്. പേരാമ്പ്ര കൊയിലാണ്ടി ഇഷ്യൂല് അവർ 2 ഇഷ്യൂല് പറഞ്ഞു ഒരു വയലേഷൻ അല്ല, എല്ലാ പ്രോസസ് ഒരു ഇലക്ഷൻ കമ്മീഷനിൻ്റെ പ്രോസസ്സ് അനുസരിച്ച് ആയിട്ടുണ്ടായിരുന്നു. EVM സ്ട്രോങ് റൂം വാസ് നെവർ ഓപ്പൺ, ഒരു മെറ്റീരിയൽ സ്ട്രോങ് റൂം ആയിരുന്നു. അതിൻ്റെ ചെറിയ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടി അറിയിച്ചിട്ടുണ്ട്, ഒരു പരാതി തന്നു. ഐ തിങ്ക് CEO ഹാസ് ടേക്കൻ എ ഡിസിഷൻ, അതൊരു ഇന്നലെ ഒരു ഓർഡർ ആക്കിയിട്ടുണ്ട്. സിമിലർലി കൊയിലാണ്ടി വിഷയിലും അങ്ങനെ CEOയുടെ ഓർഡർ വളരെ ക്ലിയർ ആയിട്ടാണ് ദാറ്റ് വയലേഷൻ അല്ല, ഒരു റുട്ടീൻ ചെക്കിംഗ് പോലെ അവർ പോയിട്ടുണ്ടായിരുന്നു. പെരിമീറ്റർ ബ്രീച്ച് ചെയ്തിട്ടില്ല. അതേസമയം വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിവസം കോഴിക്കോട് ജില്ലയിൽ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.